അങ്ങനെ നമ്മൾ 2 ബീച്ചും ഒരു ഹാർബറും ഒരു മീൻ മാർക്കറ്റും ഒക്കെ കണ്ട് എറണാകുളം ജില്ലയുടെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ആദ്യം കാണാനുള്ളത് അന്ധകാരനഴി ബീച്ചാണ്. അന്ധകാരനഴി ബീച്ച് കാണുന്നതിന് മുമ്പായിട്ട് നല്ല വിശപ്പുണ്ട്, രാവിലത്തെ കാപ്പി കുടിച്ചിട്ടില്ല. അപ്പോൾ കാപ്പി കുടിക്കുക, അതിനുവേണ്ടി അന്ധകാരനഴിയിലുള്ള ഒരു ചായക്കടയിൽ കയറി. ഇവിടെ ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 3 ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ ബീച്ചിലേക്ക് പോവുകയാണ്. ഇതാണ് അന്ധകാരനഴി ബീച്ചിലേക്കുള്ള ഒരു പ്രവേശന കവാടം അല്ലെങ്കിൽ ഒരു കമാനം. ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ ഒരു പോലീസിൻ്റെ ഒരു എയ്ഡ് പോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കെട്ടിടം കണ്ട, ഇത് ഈ ബീച്ചിൻ്റെ ആദ്യകാലത്ത് നിർമ്മിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ജീർണിച്ചിട്ടുള്ളൊരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഈ ഇതിനോട് ചേർന്നിട്ടൊരു പാലം പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് ആൾക്കാർക്ക് കയറി നിന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. അവിടെയൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് കാര്യമായ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ കാര്യമായിട്ടുള്ള ആ ഒരു മെയിൻ്റനൻസ് നടക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ കണ്ട 2 ബീച്ചുകളെ അപേക്ഷിച്ച് അന്ധകാരനഴിക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവിടുത്തെ കടലിൽ നിന്ന് ഒരു അഴിമുഖം പോലെ അടുത്തുള്ള ആ ഒരു ആറിലേക്ക് ഒഴുകുന്ന ആ ഒരു കടലും ആ നദിയോട് യോജിക്കുന്ന ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഒരു അഴിമുഖം പോലെയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുണ്ട മറ്റേ ആ 2 ബീച്ചുകളിലെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ മറുകരയാണ് നമ്മളപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, നമ്മൾ ആദ്യം കണ്ട കണ്ടക്കടവ് ചെല്ലാനം ബീച്ചിലൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അവരവിടെ അത് മെയിൻ്റനൻസ് ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയുള്ളൊരു പ്രവർത്തനമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്തോ ഒരു ഇതിൻ്റെ മരണാനന്തര കർമ്മത്തിന് വന്നവരാണ് കേട്ടോ. ഇത് വേണ്ട, അവരതിൻ്റെ കർമ്മം എന്ത് അസ്ഥി സഞ്ചയനായിരിക്കാം, അല്ലെങ്കിൽ പിണ്ടം മെഴുകലായിരിക്കാം, എന്തോ വന്നതാണ്. അവരിത് അത് കഴിഞ്ഞിട്ട് അവർ പോവുകയാണ്. അന്ധകാരനഴി ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്ന ലൈറ്റ് ഹൗസാണ്. രാത്രികാലങ്ങളിലൊക്കെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് കര കണ്ടുപിടിക്കുന്നതിന് സഹായമാകുന്നതാണ് ഈ ലൈറ്റ് ഹൗസ്. ഇനി നമ്മൾ പോകുന്ന അടുത്ത സ്പോട്ട് തൈക്കൽ ബീച്ചാണ്. ഇതൊരു വലിയ ബീച്ചൊന്നുമല്ല. ഇവിടെ അങ്ങനെ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടുമില്ല. പിന്നെ ഇവിടെ എനിക്ക് കാണാൻ പറ്റിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മറ്റ് ബീച്ചുകളിലൊക്കെ കടൽ ഭിത്തി, ഈ കടലിന് സമാന്തരമായിട്ട് തന്നെയാണ് കടൽ ഭിത്തി കെട്ടിയിരുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ കാഴ്ച കുറച്ചും കൂടി വ്യത്യസ്തമാണ്. കടലിലേക്ക് ഇറക്കിയിട്ടാണ് ഇങ്ങനെ ഇത് കുറച്ച് അകലത്തിലായിട്ട് ഈ കാണുന്നത് പോലെ കടലിലേക്ക് ഇറക്കിയിട്ടൊരു ചെറിയൊരു കടൽപ്പാലം പോലെ ഒരു ബണ്ട് കെട്ടിയിരിക്കുന്ന പോലെയാണ് അങ്ങോട്ട് ഇറക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കയറി നിന്നിട്ട് കടലിന്റെ കാഴ്ചകൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും.
നമ്മുടെ ഇന്നത്തെ യാത്രയുടെ അവസാനത്തെ സ്പോട്ടായിട്ടുള്ള അർത്തുങ്കലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ മുന്നിൽ കാണുന്നതാണ് അർത്തുങ്കൽ ബസലിക്ക. ചരിത്രപരമായിട്ടൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് ഈ അർത്തുങ്കൽ പള്ളി എന്ന് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. അർത്തുങ്കപ്പള്ളി അറബിക്കടലിന് അഭിമുഖമായിട്ട് പടിഞ്ഞോട്ട് ദർശനമായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ അർത്തുങ്കൽ പള്ളി കൂടാണ്ട് പള്ളിക്ക് ഇവിടെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, ITC ഉണ്ട്. ഞാൻ ഈ പള്ളിവക ITCയുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഇനി നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം. നേരെ പടിഞ്ഞോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലെത്താം. ഇന്ന് നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞായറാഴ്ചയായിട്ടും അങ്ങനെ അധികം സഞ്ചാരികളൊന്നും ഇവിടെ ഇല്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സ്ഥിതി മാറും. വെയിൽ ചായുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വരും. ഇവിടെ നോക്കിയാൽ ഉണക്കമീൻ്റെ സ്റ്റാളുകൾ കണ്ട. ഇന്ന് വൈകുന്നേരത്തെ വരുന്ന ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതുപോലുള്ള സഞ്ചാരികളിൽ നിന്നുള്ള കച്ചവടമാണ് ഇവിടെ ഇവർക്ക് കിട്ടുന്നത്. കണ്ടേ, കടയിൽ നിറയെ സാധനം ഇരിപ്പുണ്ട്. അവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. പല ടൈപ്പിലുള്ളതുണ്ട്. അത് ഇവിടെ മീൻ ഉണക്കാനിട്ടിട്ടുണ്ട്. കൊഴുവയാണെന്ന് തോന്നുന്നു. ചെമ്മീനുണ്ട്, കൊഴുവ മാത്രമല്ല ചെമ്മീനും ഉണ്ട്. നല്ല കളറുള്ള ചെമ്മീൻ. ഇതൊക്കെ വൈകുന്നേരത്തേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഉണക്കി വെക്കുകയാണ് ഇവിടെ. അതെ, നമ്മളെ ബീച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു ബോർഡ് കണ്ട, I love അർത്തുങ്കൽ. കൊള്ളാമല്ലേ ഇത്? ഇവിടെ ഒരു ഐസ്ക്രീം വണ്ടി കിടക്കുന്നുണ്ട. നല്ല വെയിലാണ്. ആ വെയിലത്താണ് പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്നത്. കുടയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെ കുട വെച്ചിട്ടുണ്ട് ഇവിടെ. കടലിൻ്റെ ഒരു വിദൂര ദൃശ്യം ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ. അങ്ങ് ദൂരെ പച്ചപ്പ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റാടി വെച്ചിരിക്കുന്നതാണ് കേട്ടത്. അത് ഞാൻ പിന്നീട് ഇപ്പുറത്ത് ഞാൻ നല്ല രീതിയിൽ അത് കാണിച്ചു തരാം. കവിച്ചെടുത്ത് വന്നിരിക്കുന്ന പക്ഷികളത് കണ്ട. കടലിൽ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ നീണ്ടു നീളുന്ന കര കാണാത്ത കടൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ വെയിലാണെങ്കിലും കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ആൾക്കാരൊക്കെ വരും. നമ്മൾ ഇതുവരെ കണ്ട മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ ഒരു വ്യത്യസ്തതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളിടത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ട്രൈപ്പോഡും കരിങ്കല്ലും ഒക്കെ ഉപയോഗിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് ഇത് കണ്ട് ഈ കാറ്റാടി മരമാണ് ഇവരിങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ ഭംഗിയാണ് കേട്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്. അത് തന്നെയല്ല ഇതിൻ്റെ അകത്ത് അത്യാവശ്യം തണലുണ്ട്. ഈ വെയിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന യാത്രക്കാർക്ക്, സഞ്ചാരികൾക്ക് ഇതിൻ്റെ അകത്ത് വന്ന് കുറച്ച് നേരമൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. ഇതുപോലെ ഈ കാറ്റാടി മരം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മറ്റു ചില സ്ഥലങ്ങളിൽ തെരുവ് നായയുടെ ശല്യം രൂക്ഷമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ യാത്ര ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ചെമ്പകശ്ശേരി രാജ്യത്തിൻ്റെ പകുതി മാത്രമേ നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും തെക്കോട്ട് ഒരുപാട് ദൂരം കിടക്കുകയാണ്. പല ബീച്ചുകളും കാണാനുണ്ട്. അത് പിന്നീടൊരു അവസരത്തിൽ ഞാൻ അതിൻ്റെ എല്ലാം കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഇതുപോലത്തെ യാത്രാ വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വലതുവശത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും വേണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബൈ.